പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനയ്ക്കെതിരായ ഏതൊരാക്രമണവും തുറന്ന യുദ്ധപ്രഖ്യാപനമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും താക്കീത് നൽകിയത്. ഖാംനയെ വധിക്കാനോ സ്ഥാനഭ്രഷ്ടനാക്കാനോ US ശ്രമിക്കുന്നതായ റിപ്പോർട്ടുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചു. അതിനിടെ രാജ്യത്ത് ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് വിലക്ക് ദിവസങ്ങൾക്കകം പിൻവലിക്കുമെന്ന് ഇറാൻ സർക്കാർ അറിയിച്ചു. പ്രക്ഷോഭകാരികളോട് കുറ്റസമ്മതം നടത്താൻ ഇറാൻ നാഷണൽ പോലീസ് മേധാവി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇറാൻ സർക്കാർ ടെലിവിഷൻ സംപ്രേഷണം ഹാക്ക് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി MCA നാസറാണ് ചേരുന്നത്. MCA, ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഒരു അയവ് വന്നതായുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇറാൻ ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനോടും പ്രതികരണം നടത്തുന്നത്? ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രണ്ടുപേരും നടത്തിയ പ്രതികരണം നിലവിലുള്ള ഈ ഭരണ സംവിധാനം മാറേണ്ടതുണ്ട്. ഈ പൗരോഹിത്യ ഭരണത്തിന് എത്രയും പെട്ടെന്ന് അറുതിയാകണം, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമായിരുന്നു ട്രംപ് നടത്തിയത്. ഇതിനുള്ള ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് തങ്ങളുടെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയ്ക്കെതിരായ ഏതൊരു നീക്കവും, അദ്ദേഹത്തെ വധിക്കാനോ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനോ നടക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഏതൊരു നീക്കത്തെയും രാജ്യത്തിന് നേരെയുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനമായിട്ട് കണക്ക് കൂട്ടും. അതുകൊണ്ട് കേവലം ഒരു പരമോന്നത ആത്മീയ നേതാവിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ തങ്ങൾ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഏതൊരു നീക്കം ഉണ്ടായാലും അതിനെ അതിശക്തമായി തന്നെ തങ്ങൾ കൈകാര്യം ചെയ്യും. അത് രാജ്യ താല്പര്യമാണ്. കാരണം പരമോന്നത ആത്മീയ നേതാവാണ് ഈ രാജ്യത്തെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭകാരികളെ പോലും പ്രോത്സാഹിപ്പിച്ചതും അവർക്ക് പിന്തുണ നൽകിയതും അമേരിക്കയും ഇസ്രായേലുമാണ്. പക്ഷേ രാജ്യം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ സമ്മതിച്ചു. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഉപരോധം ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സമീപനമാണ്. അത് ആ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ അവർ പിൻവലിക്കുകയാണെങ്കിൽ തന്നെ ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിഭവങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇനിയും ഒട്ടേറെ പുരോഗതിയിലേക്ക് നീങ്ങാൻ ഈ രാജ്യത്തിന് സാധിക്കും. അതുകൊണ്ട് അത്തരമൊരു അവസരം ഒരുക്കുന്നതിന് പകരം വീണ്ടും നിരന്തരമായിട്ടുള്ള ഉപരോധത്തിന്റെ ആ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചു വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് US ട്രഷറി വകുപ്പ് അലി ലാറിജാനി, അദ്ദേഹം പരമോന്നത ആത്മീയ നേതാവിന്റെ കാര്യപ്പെട്ട ഒരു ഉപദേശകനാണ്, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ സമിതിയുടെ മേധാവി കൂടിയാണ്. അങ്ങനെ അലി ലാറിജാനിക്കെതിരെയും മറ്റും കൈക്കൊണ്ടിരിക്കുന്ന ഈ ഉപരോധ നടപടികളെ പൂർണ്ണമായിട്ടും ഇറാൻ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. അത്തരം നീക്കങ്ങളാണ് ഇറാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. ആ പ്രതിസന്ധി ഇല്ല എങ്കിൽ അതിശക്തമായിട്ട് ഇനിയും ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം പ്രതിസന്ധികൾ പിന്നിട്ട കുറേ ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധിയിൽ കാര്യമായിട്ടുള്ള അയവ് വന്നിട്ടുണ്ട്. ജീവിതം ഏറെക്കുറെ സാധാരണ ഗതിയിലേക്ക് വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇറാന്റെ എല്ലാ പ്രവിശ്യകളിൽ നിന്നും പുറത്തു വരുന്നത്. അടഞ്ഞുകിടന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നലെ മുതൽ കാര്യമായ സംഘർഷങ്ങളോ കലുഷിതമായ ഒരു സാഹചര്യമോ ഇല്ല എന്നാണോ? ദിവ്യ, ആ അർത്ഥത്തിൽ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിലും പറയുക സാധ്യമല്ല. കാരണം അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അവരുടേതായിട്ടുള്ള ഏജന്റുമാർ ഇപ്പോൾ പോലും സജീവമായി ഇറാനിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പ്രക്ഷോഭത്തിന്റെ രൂപത്തിലോ മറ്റേതെങ്കിലും അർത്ഥത്തിലോ ഈ കാര്യങ്ങൾ വീണ്ടും ഇറാന്റെ ആഭ്യന്തര സ്ഥിതിയെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ടുള്ള ഈ പ്രചാരണ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും ട്രംപും നെതന്യാഹുവും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നെതന്യാഹു രാത്രി നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് ഇറാനിൽ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. കാരണം ഈ ഭരണകൂടത്തിന് അധികം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നൊരു പ്രതികരണമാണ് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നും അടിക്കടി ഇറാനിലെ നിലവിലുള്ള നേതൃത്വം മാറേണ്ടതുണ്ട് എന്ന ഒരു സമീപനവും പ്രതികരണവും വരുന്നു. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായി എന്ന് ഇറാനിയൻ നേതൃത്വം
അവകാശപ്പെടുന്നുണ്ടെങ്കിലും താഴെത്തട്ടിലേക്ക് വീണ്ടും ഈ അസ്ഥിരത പടർത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വികാരം, പ്രധാനമായിട്ടും വിലക്കയറ്റം, പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളിൽ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യാൻ നിലവിലുള്ള ഈ ക്രാക്ക് ഡൗണിന് സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇറാന്റെ നാഷണൽ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത എല്ലാവരും സ്വമേധയാ തന്നെ കീഴടങ്ങേണ്ടതുണ്ട്. അവർക്ക് ചെറിയ ശിക്ഷകൾ മാത്രം നൽകി അവരെ വിടും. പക്ഷേ അതല്ലാത്ത സാഹചര്യത്തിൽ അവരെ പൂർണ്ണമായിട്ടും തങ്ങൾ കണ്ടെത്തുകയും അതിശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടിച്ചമർത്തൽ നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം തൽക്കാലം കെട്ടടങ്ങിയെങ്കിൽ പോലും ഇന്റർനെറ്റൊക്കെ പുനഃസ്ഥാപിക്കുന്നതോടുകൂടി വീണ്ടും പ്രക്ഷോഭ സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഇറാനിയൻ നേതൃത്വത്തിന് ഈ ഘട്ടത്തിലും ഉണ്ട് എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.